നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗ്ഷൻ പറഞ്ഞിരുന്നു. ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ഗ്രാഫുകൾ പറഞ്ഞു. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, പോളിനോമിയൽ, റാഷണൽ ഫംഗ്ഷൻ, അവസാനം 1/xൻ്റെ ഗ്രാഫ് വരെ നമ്മൾ പറഞ്ഞായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഗ്രാഫുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഗ്രാഫുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് മിക്കപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഗ്രാഫാണ് നമ്മൾ പറയുന്നത്. ദ മോഡുലസ് ഫംഗ്ഷൻ അഥവാ അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ അഥവാ അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f(x) = mod x എന്നാണ്. ഇത് മലയാളം മീഡിയം പഠിച്ചവരാണെങ്കിൽ അവർ കേവല വില എന്ന് പറയും. മോഡ് എക്സ്, മോഡുലസ് ഓഫ് എക്സ് എന്നാണ് അർത്ഥം. എക്സിൻ്റെ അളവ് എന്നുള്ള അർത്ഥത്തിലാണ്. അളവ് എപ്പോഴും പോസിറ്റീവായേ നിൽക്കുള്ളൂ. അതുകൊണ്ട് മോഡ് എക്സ് എല്ലായ്പ്പോഴും പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോഡുലസിനകത്തേക്ക് ഒരു നെഗറ്റീവ് നമ്പറിനെ ഇട്ടാലും അയാളെ നിങ്ങൾക്ക് പോസിറ്റീവായി കിട്ടും, ഔട്ട്പുട്ട് പോസിറ്റീവായി കിട്ടും. അതിനെയാണ് മോഡുലസ് ഫംഗ്ഷൻ അഥവാ അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മോഡുലസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ വിലകൾക്ക് എക്സ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. 0 ആണെങ്കിൽ അത് 0 ആണ്. നെഗറ്റീവായ വിലകൾക്ക് x<0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവായ വിലകൾക്ക് അയാൾ നെഗറ്റീവ് എക്സ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ശരിക്കും അത് അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്. സപ്പോസ് നോക്കൂ, മോഡ് എക്സ് എന്ന് പറയുന്ന ആൾ x3 ആണെന്ന് വെക്കുക. x3 ആണെങ്കിൽ മോഡുലസിൻ്റെ ആവശ്യമില്ല, കാരണം ഇറ്റ്സെൽഫ് അത് പോസിറ്റീവാണ്. അതുകൊണ്ട് എക്സ് എന്ന് എഴുതിയാൽ മതി. അതുകൊണ്ടാണ് 0-യേക്കാൾ ഉയർന്ന പോസിറ്റീവായ വിലകൾക്ക് മോഡുലസ് ഇടേണ്ട കാര്യമില്ല, വെറുതെ എക്സ് എന്ന് എഴുതിയാലും പോസിറ്റീവ് തന്നെയാണ്. 0ക്ക് 0 ആണ്, കാരണം 0 പോസിറ്റീവ് നെഗറ്റീവ് അല്ലാത്തത് കൊണ്ട് 0 ആണ്. ഇനി x<0, x<0 എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ സപ്പോസ് ഒരു -5 എടുത്തു എന്ന് വെക്കുക. അപ്പം മോഡ് എക്സ് എന്ന് പറയുന്നതിന് പകരം ഞാനൊരു -x എന്ന് വിളിച്ചു. മോഡ് എക്സിനെ ഞാൻ -x എന്ന് വിളിച്ചാൽ നിങ്ങൾ എക്സിന് പകരം -5 കൊടുക്കുമ്പോൾ -5 നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ മോഡുലസ് ചെയ്യുന്ന അതേ ജോലി തന്നെ ഈ നെഗറ്റീവ് ചെയ്യും. കാരണം നെഗറ്റീവും ഈ നെഗറ്റീവിടെ ചേർന്ന് എന്തായി പോവും? പോസിറ്റീവായി കിട്ടും. അപ്പോൾ <0, 0ക്ക് നെഗറ്റീവ് ഇടത്തോട്ടുള്ള നെഗറ്റീവ് വിലകൾക്ക് മോഡുലസ് ചെയ്യേണ്ട ജോലി ഈ മൈനസ് ചെയ്തോളും. കാരണം ഈ മൈനസ് അവിടെയുള്ള മൈനസുമായി ചേർന്ന് അതിനെ പോസിറ്റീവാക്കി തരും. അങ്ങനെയാണ് ഈ സ്പ്ലിറ്റിങ് നടന്നിരിക്കുന്നത്. അപ്പം x>0 ആകുമ്പോൾ f(x) = x ആണ്. അല്ലെങ്കിൽ y = f(x) എന്ന് പറഞ്ഞാൽ y ആണ്. yക്ക് വിളിക്കുന്ന പേരാണ് f(x). അപ്പോൾ y = x എന്നാണ്. എപ്പോൾ? x>0. y = x എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും കറക്റ്റ് നടുക്കൂടി പോകുന്ന ലൈനെയാണ് y = x എന്ന് പറയും. 0 ആകുമ്പോൾ 0 തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ഡോട്ട് കൊടുത്താൽ മതി. ഇനി <0 ആണെങ്കിൽ f(x) എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എക്സ് ആണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രൻറ്റിൽ ഇങ്ങനെ പോകും. ഇതൊരു പ്ലെയിൻ ആണെങ്കിൽ 4 ക്വാഡ്രൻറ്റുകളാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. 4 ക്വാഡ്രൻറ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 4-ൽ1 ഭാഗത്തിനാണ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് y = x ആകുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ y = -x എന്ന് പറഞ്ഞ് പോകും. അങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മോഡുലസുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഗ്രാഫുകൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം, ഡിഫൈൻ മോഡുലസ് എന്ന് ചോദിച്ചാൽ മോഡുലസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ഈ കിടക്കുന്നതാണ്. ഈ എഴുതുന്നത്, ഈ ടേബിൾ ഇതുപോലെ എഴുതി വെക്കുന്നതാണ് മോഡുലസിൻ്റെ ഡെഫിനിഷൻ. മോഡുലസിൻ്റെ ഗ്രാഫ് വി ഷേപ്പിലുള്ള ഗ്രാഫാണ്. ഓർത്തോളം വരച്ച് പഠിക്കണം. ഓക്കെ, മോഡുലസിൻ്റെ ഗ്രാഫ് അതാണ് നമ്മൾ നേരത്തെ എഴുതി വരച്ചതാണ് മെയിൻ ഗ്രാഫ്, അതാണ് പഠിക്കേണ്ടത്. എന്നാൽ കുറച്ചും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം മോഡുലസിനെ കുറിച്ച്. കാരണം ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മോഡുലസ് അറിയുക വളരെ അത്യാവശ്യമാണ്. നോക്കൂ, മോഡ് x-2 എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. മോഡ് x-2 എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, മോഡുലസിനകത്തുള്ള എക്സ്പ്രഷൻ, അതായത് ഈ x-2 എന്ന് പറയുന്നത് 0 ആകുന്നത് എക്സിന് ഏത് വില വരുമ്പോഴാണ്? x-2 0 ആകുന്നത് എക്സിൻ്റെ വില 2 ആകുമ്പോഴാണല്ലേ? 2 കൊടുക്കുമ്പോഴല്ലേ 2 - 2 0 വരിക. അപ്പോൾ എക്സിൻ്റെ വില 2 ആകുമ്പോഴാണ് x-2 0 ആകുന്നത്. അപ്പം മോഡുലസിനകത്തുള്ള എക്സ്പ്രഷൻ 0 ആകുന്ന എക്സിൻ്റെ വില 2 അല്ലേ? അപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. എക്സും വൈയും വരച്ചു. 2-ലാണ് 0 ആകുന്നതെങ്കിൽ ആ 2 കറക്റ്റായിട്ട് x = 2 വരയ്ക്കുക. 2-ൽ നിന്ന് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വി ഷേപ്പ് ഗ്രാഫ് വരച്ചാൽ മതി. അതായിരിക്കും മോഡുലസിൻ്റെ ഗ്രാഫ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം അതിനർത്ഥം 2-ന് ഇടത്തേക്ക് മോഡുലസ് നെഗറ്റീവായിട്ടും 2-ന് വലത്തേക്ക് മോഡുലസ് പോസിറ്റീവായിട്ടും പോകുന്നുവെന്നാണ്. അതായത് അർത്ഥം x<2 ആണ് എങ്കിൽ -(x-2) എന്നാണ് അർത്ഥം. രണ്ടിന് ഏത് മോഡുലസിനകത്തുള്ള എക്സ്പ്രഷൻ 0 ആവുന്നത് എക്സിൻ്റെ ഏത് വിലയ്ക്കാണോ
അയാൾക്കിടത്തേക്ക് മോഡുലസിന് പകരം നെഗറ്റീവ് എന്നും അതിന് വലത്തേക്ക് എക്സ് മോർ ദാൻ 2-ൽ അത് പ്ലസ്സുമാണെന്നാണ് അർത്ഥം. പ്ലസ്സിന് ഇപ്പോൾ സൈൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പ്ലസ്സുമാണെന്നാണ് അർത്ഥം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വരച്ചത് എങ്ങനെയായിരുന്നു? മോഡ് എക്സ്, മോഡുലസിനകത്ത് വരുന്ന എക്സ്പ്രഷൻ 0 ആകുന്നത് എക്സിന് ഏത് വിലയ്ക്ക്? എക്സിന് 0 ആകുമ്പോഴല്ലേ? എക്സ് 0 ആകുമ്പോൾ 0 ആവും. അപ്പോൾ ആ 0-ൽ നിന്ന് ഇങ്ങനെയാണ് വരയ്ക്കുക. അതാണ് നമ്മൾ നേരത്തെ വരച്ചത്. അപ്പം 0-ക്ക് ഇടത്തേക്ക് ഇയാൾ മോഡുലസിന് പകരം നെഗറ്റീവ് ആകും, 0-ക്ക് വലത്തേക്ക് ഇയാൾ പോസിറ്റീവ് ആകും. നമ്മളെ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് പ്ലസ് 1 എങ്ങനെയാണ് വരിക? മോഡ് എക്സ് പ്ലസ് 1 മോഡുലസിനകത്തുള്ള എക്സ്പ്രഷൻ 0 ആകുന്നത് എക്സിന് ഏത് വില വരുമ്പോഴാണ്? എക്സ് ഈക്വൽ ടു -1 വരുമ്പോഴല്ലേ? അപ്പം നമ്മൾ -1-ൽ മാർക്ക് ചെയ്യുന്നു. -1-ൽ നിന്ന് നമ്മളൊരു വി ഷേപ്പ് ഗ്രാഫ് വരയ്ക്കും, ആണല്ലോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ലെസ് ദാൻ -1 ആണെങ്കിൽ ഇയാളുടെ നെഗറ്റീവായി മാറും, എക്സ് മോർ ദാൻ -1 ആണെങ്കിൽ ഇയാൾ പോസിറ്റീവായി നിൽക്കും എന്ന് പറഞ്ഞാൽ ചിഹ്നം വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് മോഡുലസിൻ്റെ ഗ്രാഫുകൾ വരയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തുകൊള്ളുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? മോഡുലസിനകത്ത് വരുന്ന എക്സ്പ്രഷൻ 0 ആവുന്നതിൻ്റെ ഇടത്തേക്ക് നെഗറ്റീവും വലത്തേക്ക് പോസിറ്റീവുമാണ്, ഓർത്തുള്ളൂ. അതൊന്ന് റഫായിട്ട് താഴെ നമ്മളൊരു നോട്ട് പോലെ എഴുതി വെക്കുകയാണെങ്കിൽ, നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ തന്നെ ചെറിയ നോട്ട് പ്രിപ്പയർ ചെയ്യുക. നോട്ട് പോലെ എഴുതി വെച്ചാൽ മോഡ് എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് -x+a ആകും എപ്പോൾ? ഇഫ് എക്സ് ലെസ് ദാൻ എക്സ് മൈനസ് എന്ന് കൊടുത്തോളുക. എക്സ് മൈനസ് എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് മൈനസ് എ ആകും ഇഫ് എക്സ് ലെസ് ദാൻ എ ആണെങ്കിൽ. ഇനി പോസിറ്റീവ് എക്സ് മൈനസ് എ ആകും ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി എക്സ് ഈക്വൽ ടു എ ആണെങ്കിലോ എ മൈനസ് എ എന്തായി മാറും? 0 ആയി മാറും. ഇങ്ങനെയാണ് മോഡുലസിൻ്റെ ഗ്രാഫ്. ശ്രദ്ധിച്ചോളുക. മോഡുലസ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ ഈ വരയ്ക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസ്റ്റന്റ് ഫംഗ്ഷനും പോളിനോമിയലും ഒക്കെ എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഫംഗ്ഷൻ ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പറിലാണ്. എന്ന് വെച്ചാൽ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്, അതുപോലെ റിയൽ ഫംഗ്ഷനുമാണ്. അതായത് ഡൊമൈനും റേഞ്ചും ഒക്കെ റിയൽ വാല്യൂസാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മോഡുലസ് ഫംഗ്ഷനെ സംബന്ധിച്ച് ഡൊമൈൻ എന്ന് പറയുന്നത് ആറാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂസിനാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂസ് ആണല്ലേ. ഗ്രാഫ് നോക്കി നമുക്ക് പറയാൻ കഴിയും ഡൊമൈനും റേഞ്ചും ഏതാണ്. നോക്കൂ, ഇവിടെ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ ഇവിടം വരെ ഞാൻ നിർത്തിയെന്നേ ഉള്ളൂ. ശരിക്കും ഇതിങ്ങനെ നീണ്ടങ്ങ് പോകുന്ന ഗ്രാഫാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പോസിറ്റീവായ എല്ലാ വിലകൾക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും? പോസിറ്റീവായ ഏതൊരു വില എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്കൊരു വൈ വില കിട്ടും. ഇവിടെ എക്സിൻ്റെ വില എടുത്താൽ അതിനൊരു വൈ ഉണ്ടാവും, ഇവിടെ എടുത്താൽ അതിനൊരു വൈ ഉണ്ടാവും. ഏത് പോസിറ്റീവ് എക്സ് വില എടുത്താലും അതിനൊരു വൈ വില നിങ്ങൾക്ക് ഈ ആക്സിസിൽ ഉറപ്പായിട്ടും കിട്ടും അല്ലേ. വൈ വില കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സിൽ 3 ആണ് വരുന്നതെങ്കിൽ 3യുടെ നേരെ നിങ്ങൾ വരച്ചാൽ അത് വന്ന് ഗ്രാഫിൽ തട്ടും, അത് ഇങ്ങോട്ട് എടുക്കുന്ന വൈ വില കിട്ടും. അതേപോലെ നെഗറ്റീവ് എടുത്താലും ഏത് വില എടുത്താലും നിങ്ങൾക്ക് അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും? വൈ വാല്യൂസ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ മോഡുലസിനകത്തേക്ക് നിങ്ങൾക്ക് മോഡ് എക്സ് എന്നാണ് എഴുതുന്നതെങ്കിൽ ഈ മോഡ് എക്സിന് പകരം നിങ്ങൾക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാൻ കഴിയാത്തതായി യാതൊരു നമ്പറുമില്ല. അപ്പം റിയൽ വാല്യൂസ് ആണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിലകളെയും കൊടുക്കാം. ആരും ഇതിനകത്ത് എതിർക്കുന്നില്ല. ആരെ വേണമെങ്കിലും കൊടുക്കാം. 1000 കൊടുക്കണോ, 10000 കൊടുക്കണോ, -10,000 വേണോ, ഏത് വില വേണമെങ്കിലും എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം കൊടുക്കാം. അതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുക. അപ്പോൾ ശ്രദ്ധിക്കുക, മോഡുലസിൻ്റെ ഡൊമൈൻ എല്ലാം ഇപ്പോഴും റിയൽ നമ്പറാണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്, ക്യാപിറ്റൽ ആർ ആണ്. എപ്പോഴും ഓർത്തോളുക. അല്ലെങ്കിൽ ക്യാപിറ്റൽ ആറിന് പകരം -∞, എന്നും തരാറുണ്ട്. അങ്ങനെ തന്നാലും ക്യാപിറ്റൽ ആർ തന്നെയാണ്. ഇനി റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂ അല്ലേ. നോക്കൂ, വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്സിസിലാണ് വൈ വാല്യൂ കിടക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോസിറ്റീവും താഴേക്ക് നെഗറ്റീവും അല്ലേ. പക്ഷെ നിങ്ങൾ മോഡുലസിൻ്റെ എക്സിൻ്റെ വാല്യൂ എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ വൈ വിലകളൊക്കെ ഏത് ആക്സിസിൽ മാത്രമേ കിടക്കുള്ളൂ? പോസിറ്റീവായ വൈകളിൽ മാത്രമല്ല കിടക്കുള്ളൂ. നിങ്ങൾക്ക് താഴേക്കുള്ള നെഗറ്റീവ് വൈ ഒന്നും കിട്ടില്ലല്ലോ. 0യും കിട്ടും, പോസിറ്റീവായ വിലകൾ കിട്ടും, നെഗറ്റീവ് ഒന്നും കിട്ടില്ല. കാരണം മോഡുലസ് എന്ന് പറഞ്ഞാൽ തരുന്ന നമ്പറുകളെ പോസിറ്റീവാക്കി മാറ്റുന്ന ആളാണ്. അപ്പം ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം, നമ്മൾക്ക് ഈ കിട്ടുന്നതിൻ്റെ ഉത്തരങ്ങളെല്ലാം പോസിറ്റീവ് വിലകളായിരിക്കും, ഒന്നും നെഗറ്റീവ് കിട്ടില്ല. എന്ന് പറയുമ്പോൾ കിട്ടുന്ന വൈ വാല്യൂ അഥവാ ഉത്തരങ്ങളായ വൈ വാല്യൂ ഇമേജുകൾ അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് 0യ്ക്ക് പോസിറ്റീവായ വിലകളും. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് ക്ലോസ്ഡ് 0 എന്ന് പറഞ്ഞാൽ 0 ഉൾപ്പെടെ. അറിയാലോ ക്ലോസ്ഡ് ഇൻ്റർവെൽ. ക്ലോസ്ഡ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഉൾപ്പെടെ എവിടം വരെ? പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ? 0 ഉൾപ്പെടെ ഇൻഫിനിറ്റി വരെ. അതായത് 0യ്ക്ക് മുകളിലേക്കുള്ള ഇൻഫിനിറ്റി വാല്യൂ വരെ കിട്ടും. ക്ലോസ്ഡ് 0,
ഇൻഫിനിറ്റി. അപ്പോൾ 0 നമുക്ക് കിട്ടും. നമുക്കിവിടെ ഇപ്പോൾ മോഡ് എക്സ് മൈനസ് 2 എന്നാണെങ്കിൽ 2 കൊടുക്കുമ്പോൾ 0 കിട്ടും. ബാക്കി കിടക്കുന്നതൊക്കെ പോസിറ്റീവായ വിലകളാണ് കിട്ടുക. അപ്പം മോഡുലസ് ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ക്ലോസ് ടു 0, ഇൻഫിനിറ്റി ആയിരിക്കും. ക്ലോസ് ടു 0, ഇൻഫിനിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡുലസ് ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും ഇപ്പോൾ നമുക്ക് തരികയാണ്. മോഡ് എക്സ് മൈനസ് 3 എന്താണ് അതിൻ്റെ ഡൊമൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമൈൻ ക്യാപിറ്റൽ R ആണ്. റേഞ്ച് എന്താണ്? ക്ലോസ് ടു 0, ഇൻഫിനിറ്റി ആണ്. കാരണം ഇവിടെയും അതേപോലെ മോഡ് എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് മോഡ് എക്സ് മൈനസ് 3 വരയ്ക്കുക? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ മോഡ് എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ 3യുടെ അടുത്ത് വന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക അല്ലേ? അപ്പോൾ എക്സിൻ്റെ എല്ലാ വിലകളും പങ്കെടുക്കുന്നു. പക്ഷേ വൈ വിലകളൊക്കെ എവിടെ കിട്ടുള്ളൂ? നമ്മൾ ഏത് വരച്ചാലും വൈ വിലകളൊക്കെ പോസിറ്റീവായി മാത്രമേ കിട്ടുകയുള്ളൂ. പോസിറ്റീവ് വിലകളെ. അപ്പോൾ ക്ലോസ് ടു 0, ഇൻഫിനിറ്റി ആണ് മോഡുലസ് ഫംഗ്ഷന് ഡൊമൈനും റേഞ്ചും ശ്രദ്ധിക്കുക. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ ഗ്രാഫ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡുലസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഗ്രാഫാണ് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി എഴുതണം. എക്സ് നോട്ട് ഈക്വൽ ടു 0. മോഡ് എക്സ് ബൈ എക്സ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുക. ആ സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 if x greater than 0, 0 if x equal to 0, -1 if x less than 0. അതായത് അതിനർത്ഥം നമ്മൾ എഫ് ഓഫ് എക്സ് എഴുതുമ്പോൾ സിഗ്നം ഫംഗ്ഷൻ എന്താണ് എഴുതുന്നത്? സിഗ്നം ഫംഗ്ഷൻ ഇങ്ങനെയാണ് എഴുതുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, 0 എഫ് എക്സ് ഈക്വൽ ടു 0. അതിൻ്റെ എക്സ്പാൻഷനാണ്. ഇതാണ് ശരിക്കുമുള്ള ഫംഗ്ഷൻ. അതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണിത്. അപ്പം സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ ഇതും എഴുതണം, ഇതും എഴുതണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കൂ. ഇപ്പോൾ എക്സ് 5 ആണെന്ന് വെക്കുക. എക്സ് 5 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താ വരിക? എക്സിന് പകരം 5 കൊടുക്കുമ്പോൾ മോഡ് 5/5 ഈക്വൽ ടു 1. ശരിയല്ലേ? എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ആ വില മോഡുലസ് പോസിറ്റീവായി തന്നെ ആക്ട് ചെയ്യും. അപ്പോൾ എക്സ് ബൈ എക്സ് എന്തായി മാറും? 1 ആയി മാറും. ഇനി എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലേ? -5, -6. അന്നേരം എന്താ സംഭവിക്കുക? ഇവിടെ നോക്കൂ. എക്സ് ഈക്വൽ ടു -6 ആണെന്ന് വെക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് -6/6 എന്ന് പറയുമ്പം 6/-6 ഈക്വൽ ടു എന്തെന്ന് വരും? -1 എന്ന് വരും. ശ്രദ്ധിക്കുക. അപ്പം നെഗറ്റീവ് ആകുമ്പോൾ ഇതിനകത്ത് കൊടുക്കുമ്പോൾ ഇവിടെ പോസിറ്റീവായി കിട്ടും. പക്ഷേ ഇവിടെ നെഗറ്റീവ് കിടക്കുന്നുണ്ട്, വെട്ടിപ്പോകുമ്പോൾ -1 വരും. അതാണ് ഇവിടെ ഒറ്റ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. എക്സ് പോസിറ്റീവ് വിലകളാണെങ്കിൽ 1 എന്ന് മാത്രമേ ആൻസർ കിട്ടുള്ളൂ. 0 ആണെങ്കിൽ 0, അതിവിടെ പറയുന്നുണ്ട്. 0 ആണെങ്കിൽ 0. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ 0യ്ക്ക് അടുത്തേക്കുള്ള നെഗറ്റീവ് വിലയാണെങ്കിൽ അവിടെ എല്ലാം എന്തെന്ന് കിട്ടും? -1 എന്ന് മാത്രമേ ആൻസർ കിട്ടുള്ളൂ. കാരണം ഇവിടെ കൊടുക്കുമ്പോൾ പോസിറ്റീവ് ബൈ നെഗറ്റീവ് എന്നുള്ളത് -1 എന്നാണ് കിട്ടുക. അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. പോസിറ്റീവായ വിലകൾക്ക് 1ലാണ്. നോക്കൂ, 1ൽ അവിടെ നമ്മളൊരു റൗണ്ടാണ് വരച്ചിരിക്കുന്നത്. കണ്ടില്ലേ? അത് ബോൾഡ് ചെയ്തിട്ടില്ല, ഒരു ഹോൾ പോലെയാണ് ഇട്ടേക്കുന്നത്. കാരണം എന്താ? 0 ഈ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിലയാണ് ആക്സിസിൽ വരിക. എക്സ് ഈക്വൽ ടു 0യ്ക്ക് നമുക്ക് എന്താ? 0. അതുകൊണ്ടാണ് ഞാൻ ഈ 0 എടുത്ത് കറുപ്പിച്ചിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഗ്രാഫ് അങ്ങനെ തന്നെ വരയ്ക്കണം. 0 കഴിഞ്ഞുള്ള വിലകൾക്ക്, അതായത് 0യ്ക്ക് തൊട്ട് അപ്പുറം കിടക്കുന്ന വിലകൾക്ക് തൊട്ട് മാത്രമാണ് 1 കിട്ടുന്നതെന്നാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. 0യുടെ വില ഇവിടെയാണ് കിടക്കുന്നത്. ഇനി 0യ്ക്ക് ഇടത്തോട്ടുള്ള വില, എക്സിൻ്റെ വില 0യ്ക്ക് ഇടത്താണെങ്കിൽ അതിൻ്റെ വാല്യൂ എല്ലാം -1ലാണ്, ഇങ്ങോട്ടാണെന്ന് കാണിച്ചിരിക്കുകയാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, സിഗ്നം ഫംഗ്ഷനിൽ 1ൽ ഒരു ഹോൾ ഇടുക, അതിനുശേഷം ആരോ 0യ്ക്ക് 0, അല്ലാത്ത നെഗറ്റീവായ വിലകൾക്കെല്ലാം -1. ഇങ്ങനെയാണ് സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കേണ്ടത്. ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ഡൊമൈൻ എന്ത് വരും? ഡൊമൈൻ എന്ന് പറയുന്നത്, സിഗ്നം ഫംഗ്ഷൻ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് കൊടുക്കാവുന്ന വിലകൾ. നോക്കൂ, മോഡ് എക്സ് ബൈ എക്സിലും ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സിന് എല്ലാ വിലയും ഇവിടെ കൊടുക്കാൻ പറ്റൂല്ലേ? എക്സിന് 5 കൊടുക്കാം, 10 കൊടുക്കാം, 0 കൊടുക്കാം. 0 കൊടുത്താൽ പ്രത്യേകം വിലയുണ്ട് 0 ആണെന്ന്. ഇനി എക്സിന് പോസിറ്റീവ് കൊടുക്കാം, നെഗറ്റീവ് കൊടുക്കാം. എക്സിന് ഏത് വില വേണം, നിങ്ങൾ ഏത് വില എടുത്താലും നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ അടയാളപ്പെടുത്താൻ പറ്റും. ഇവിടെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വില ഇവിടെ കിട്ടും. ഇവിടെയാണ് എക്സ് എടുക്കുന്നതെങ്കിൽ ഇവിടെ കിട്ടും. 0 ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഉണ്ട്. അങ്ങനെ ഏത് വില എടുത്താലും എക്സിന് ഏത് വില വേണമെങ്കിലും നിങ്ങൾക്ക് സിഗ്നം ഫംഗ്ഷന് കൊടുക്കാം. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ R ആണ്. സിഗ്നം ഫംഗ്ഷൻ ഏത് വില വേണമെങ്കിലും കൊടുക്കാം. മോഡ് എക്സ് ബൈ എക്സിൽ ഏത് വിലയും കൊടുക്കാൻ പറ്റാത്തത് 0 ആണ്. അത് പക്ഷേ താഴെ പറയുന്നുണ്ട് 0യ്ക്ക് 0 ആണെന്ന്. അപ്പോൾ 0യും ഉൾപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ എല്ലാ വിലകളും കൊടുക്കാം. ഇനി റേഞ്ച് എന്താ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ എക്സ് വിലകൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന വൈ വിലകൾ. ഇവിടെ വൈ വില നോക്കൂ, ഏത് എക്സ് വില കൊടുത്താലും ഇവിടെ വൈക്ക് 1 എന്നേ കിട്ടുള്ളൂ. പിന്നെ വൈക്ക് 0 കിട്ടും.
പിന്നെ വൈക്ക് എന്ത് കിട്ടും? -1 കിട്ടും. അപ്പം സിഗ്നം ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, കിട്ടുന്ന വിലകൾ എന്ന് പറയുന്നത് സെറ്റിനകത്ത് -1, 0, 1 എന്ന് പ്രത്യേകം തന്നെ എഴുതണം. കാരണം -1 എന്ന് പറയുന്ന ഒരു വില പർട്ടിക്കുലർ അങ്ങനെ തന്നെ കിട്ടും. 0 എന്ന് പറയുന്ന സ്പെസിഫിക് വില കിട്ടും. 1 എന്ന് പറയുന്ന സ്പെസിഫിക് വില. ഈ 3 വിലകളല്ലാതെ വേറെ ഒരു വിലകളും കിട്ടത്തില്ല. അതുകൊണ്ടാണ് അവ പ്രത്യേകം സെറ്റിൽ ഇട്ടിരിക്കുന്നത്. അവ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് ഏത് വില വേണമെങ്കിലും നിങ്ങൾ കൊടുക്കാം. 1000 കൊടുക്കണോ, 10,000 കൊടുക്കണോ, ക്രോർ കൊടുക്കണോ, ഏത് കൊടുത്താലും അതേ ബൈ അത് 1 ആവും. നെഗറ്റീവ് ആണെങ്കിൽ അതേ ബൈ നെഗറ്റീവ് 1 ആവും. ഇനി 0 ആണെങ്കിൽ 0 വരും. എന്ന് വെച്ചാൽ എല്ലാ വിലയും കൊടുക്കാം. ബട്ട് റേഞ്ച് എന്തേ വരുള്ളൂ? റേഞ്ച് ഈക്വൽ ടു -1, 0, 1. ഈ 3 വിലകൾ മാത്രമേ y വാല്യൂ ആയി കിട്ടുള്ളൂ. സിഗ്നം ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൈൻ സിഗ്നം ഫംഗ്ഷൻ ചോദിക്കാം, അതിൻ്റെ ഗ്രാഫ് ചോദിക്കാം, അതിൻ്റെ ഡൊമൈനും റേഞ്ചും ചോദിക്കാം. ശ്രദ്ധിച്ചോളുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷനാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. അതും റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: f(x) ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് എക്സ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം, സപ്പോസ് നോക്കൂ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് 1.2 എന്ന് പറഞ്ഞാൽ അർത്ഥം 1.2ന് ബാക്കിലേക്കുള്ള നമ്പറുകളിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ 1.2ന് ബാക്കിലേക്കുള്ള നമ്പറുകൾ ഏതൊക്കെയാണ്? 1.2ന് ബാക്കിലേക്കുള്ള ഇൻറ്റീജറുകൾ ഏതൊക്കെയാണ്? 1, 0, -1, -2. അതിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ എന്താണ്? 1. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് 4.6. 4.6ലേക്ക് ബാക്കിലേക്ക് വരുന്ന ഏറ്റവും വലിയ ഇൻറ്റീജർ അതേതാണ്? 4. ബാക്കിലോട്ടുള്ള എന്ന് വെച്ചാൽ തൊട്ട് ബാക്കിലത്തെ നമ്പർ നോക്കിയാൽ മതി. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് 5.9. 5.9ന് ബാക്കിൽ വരുന്ന ഏറ്റവും വലിയ ഇൻറ്റീജർ ഏതാണ്? 5. ഇനി ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് -2.3. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. -2.3ക്ക് ബാക്കിലേക്ക് അതിനേക്കാൾ കുറവായ ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? -3, -4, -5 എന്നാണ് പറയുക. -2.3ക്ക് ബാക്കിലേക്ക് വരുന്നത് -2.3 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെയാണ് വരിക. അതിന് ബാക്കിലേക്കുള്ള ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് -3, -4, -5 ആണ്. അതിലേറ്റവും വലുത് ഏതാണ്? -3 ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? നമുക്ക് തരുന്ന നമ്പറിൻ്റെ ബാക്കിലേക്കുള്ള ഇൻറ്റീജേഴ്സിൽ ഏറ്റവും വലുത്. ഇനി ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് -0.3 ആണെങ്കിലോ? -0.3ക്ക് ബാക്കിലേക്ക് വരുന്ന ഇൻറ്റീജേഴ്സ് -1, -2, -3 ആണ്. അതിൽ ഏറ്റവും വലുത് ഏതാ? -1. ഇനി ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് 0.6 ആണെങ്കിലോ? 0.6ന് ബാക്കിലേക്ക് വരുന്ന ഇൻറ്റീജർ ഏതാണ്? 0 ആണ് ഏറ്റവും വലുത് അല്ലേ? 0, -1 എന്നല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കൂ, 0.6 എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ വരിക? ഇതിനിടയ്ക്കല്ലേ വരിക? x 0.6, 0.5 ഒക്കെ ആണെങ്കിൽ അതെല്ലാം ആരോയിന്ന് എങ്ങോട്ടാ? y0യിലേക്കാണ്. 0 ആണ് ആൻസർ കിട്ടുക. ഇനി 1.2, 1.3, 1.4 ആണെങ്കിലോ? അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഏതാ? 1. അപ്പം അതിനിടയ്ക്ക് വരുന്ന വാല്യൂലെല്ലാം 1ലേക്കാണ് പോയിന്റ് ചെയ്യുക. ഇനി 2.3, 2.4 ഒക്കെ ആണെങ്കിലോ? 2 ആണ്. അപ്പോൾ അതിന് ബാക്കിലേക്ക് വരുന്നതെല്ലാം എങ്ങോട്ടേക്കാണ് പോസ് ചെയ്യുക? എങ്ങോട്ടേക്കാണ് വരിക? കുറച്ചും കൂടി കറക്റ്റായിട്ട് വരയ്ക്കണം. എങ്ങോട്ടേക്കാണ് വരിക? 2.3, 2.4 ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 2 ആണ്. അപ്പോൾ അത് 2ലേക്ക് പോയിന്റ് ചെയ്യും. ഇനി നിങ്ങൾ നോക്കൂ, -0.5, -0.4 ഒക്കെ ഇവിടെ അല്ലേ വരിക? അപ്പോൾ അത് പോയിന്റ് ചെയ്യുന്നത് ഏതിലേക്കാണ്? -1ലേക്കാണ് അല്ലേ? അപ്പം y -1ന് നേരെ വരും. ഇനി -1.2, -2.3 ഒക്കെ ആണെങ്കിലോ? -1.3 ആണെങ്കിലോ വാല്യൂ എന്ത് വരും? -2 അല്ലേ? -1.3യേക്കാൾ ബാക്കിലുള്ളത് -2, -3, -4 ഒക്കെ അല്ലേ? അപ്പം -2. അപ്പം നോക്കൂ, -1.2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂ എവിടെ വരും? -2ൽ വരും. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെപ്പ് പോലെയാണ് എന്ത് വരയ്ക്കുന്നത്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് ഫംഗ്ഷൻ ഏണിപ്പടി പോലെ വരയ്ക്കും. ശ്രദ്ധിച്ചോളുക, അത് വരച്ച് തന്നെ പഠിക്കണം, സംശയം വരരുത്. 1.2 ഇവിടെ എടുത്താൽ 1.2ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 1 ആണ്. അപ്പോൾ 1 നേരെ വരച്ചാൽ 1ന് നേരേക്ക് വേണം പോയിന്റ് ചെയ്യാൻ. 2.5 എടുത്താൽ അത് നേരെ 2ന് നേരേക്ക് പോയിന്റ് ചെയ്യണം. 3.5 ആണെങ്കിൽ നമ്മൾ എവിടെ പോയിന്റ് ചെയ്യും? 3ക്ക് നേരേക്ക് പോയിന്റ് ചെയ്യും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് ഫംഗ്ഷൻ വരയ്ക്കുന്നത്. ഇനി മനസ്സിലാക്കുക, ഇതിൻ്റെ ഡൊമൈൻ എന്താ വരിക? ഡൊമൈൻ ഈക്വൽ ടു റിയൽ നമ്പർ അല്ലേ? ഏത് വില വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് കൊടുക്കാൻ പറ്റാത്ത യാതൊന്നുമില്ലല്ലോ. എക്സിലെ എല്ലാ വിലകളും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, നിങ്ങൾക്ക് വാല്യൂ കിട്ടും. പക്ഷേ റേഞ്ച് എന്താ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ നിങ്ങൾ നോക്കൂ. ഒന്നുകിൽ നിങ്ങൾക്ക് -1 അല്ലെങ്കിൽ -2, -3 അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സ് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഡെസിമൽ ഒരിക്കലും കിട്ടില്ലല്ലോ. കിട്ടുന്ന ആൻസർ ഒക്കെ ഇൻറ്റിജേഴ്സ് അല്ലേ? അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ വരിക? സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് Z ആണ് വരിക. അതാണ് അവിടെ ഓർക്കേണ്ടത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആൻസറുകളൊക്കെ പൂർണ്ണസംഖ്യകൾ മാത്രം, ഇൻറ്റിജേഴ്സ് മാത്രമേ വരുള്ളൂ.
അതാണ് നമ്മുടെ റേഞ്ച്. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വിലകളാണ്, എല്ലാ വിലകളും കൊടുക്കാം. ബട്ട് കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ പെർഫെക്റ്റ് നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, പൂർണ്ണസംഖ്യകളായിരിക്കും, ഇൻഡിജേഴ്സ് മാത്രമാണ് കിട്ടുക. അപ്പോൾ അതാണ് അതിൻ്റെ ഡൊമെയിനും റേഞ്ചും. ശ്രദ്ധിച്ചോളുക, ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഓഫ് ഫംഗ്ഷൻ. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷൻ മോഡുലസ് ഫംഗ്ഷൻ, റെസിപ്രോക്കൽ ആൻഡ് സിഗ്നം ഫംഗ്ഷൻ. ഇത് മൂന്നുമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് മൂന്നുമാണ് പരീക്ഷകൾക്ക് മാറി മാറി ചോദിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള നമുക്ക് ഗ്രാഫുകളുള്ളത്. ഇനി ഗ്രാഫുമായി ബന്ധപ്പെട്ട് പബ്ലിക് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത് എന്നതെന്ന് നോക്കാം. ഗ്രാഫുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുക ഇങ്ങനെയാണ്: നമുക്കൊരു ഗ്രാഫ് തരും, എക്സും വൈയും ഉള്ള ഒരു ഗ്രാഫ് തരും, അതിൽ ചില പോയിന്റുകൾ അവർ അടയാളപ്പെടുത്തിയിരിക്കും. അതിനുശേഷം ചോദിക്കും വിച്ച് വൺ ഓഫ് ദ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ദിസ് ഗ്രാഫ്. ഈ ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾക്ക് ചിലർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോഴേ ഇതാണെന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഓരോ ഫംഗ്ഷനായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നോക്കൂ, നിങ്ങളിപ്പോൾ ഫസ്റ്റ് പോയിന്റ് 1 കൊടുക്കും. എക്സിന് 1 കൊടുക്കുമ്പോൾ മോഡുലസ് 1, വൈക്കും 1 കിട്ടും. അപ്പം 1ന് 1 കിട്ടും, കറക്റ്റായി. -1 കൊടുക്കുന്നു. എക്സിന് -1 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് -1, വൈക്ക് 1 കിട്ടും. അപ്പോൾ എക്സ് -1 വൈ, ഇതും കറക്റ്റായി. ഇനി എക്സിന് 2 കൊടുക്കുന്നു. എക്സിന് 2 കൊടുക്കുമ്പോൾ വൈ നിങ്ങൾക്ക് 2 കിട്ടണം. ബട്ട് ഇവിടെ 2 കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 4. അപ്പോൾ ഇതല്ല. നമുക്ക് എല്ലാ പോയിന്റും സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലേ അതാവും. 2x നോക്കാം. ഇനി നോക്കൂ, 1 കൊടുക്കുന്നു. 2 × 1 2, വൈ 2 കിട്ടണം. 1 കൊടുക്കുമ്പോൾ വൈ 2 കിട്ടണം. ബട്ട് ഇവിടെ 1 അല്ലേ, അപ്പോൾ അതുമല്ല. അടുത്തത് yx³ 1 കൊടുക്കുന്നു. 1ൻ്റെ ക്യൂബ് 1 തന്നെയാണ്, കറക്റ്റ്. -1 കൊടുക്കുന്നു. -1ൻ്റെ ക്യൂബ് -1 ആണ്. ബട്ട് ഇവിടെ എന്താ? -1ന് 1 ആണ്, അപ്പോൾ അതുമല്ല. ഇനി y = x² നോക്കൂ, 1 കൊടുത്തു. 1ൻ്റെ സ്ക്വയർ 1 തന്നെ, കറക്റ്റാണ്. -1 കൊടുത്തു. -1ൻ്റെ സ്ക്വയർ വൈക്ക് 1 കിട്ടും, അതും കിട്ടി. ഇനി 2 കൊടുക്കുന്നു. 2 കൊടുക്കുമ്പോൾ y = 2² 4 കിട്ടി, 4ഉം കിട്ടി. അങ്ങനെ 3 പോയിന്റുകളും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫ് ഏതാണ്? y = x² എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഗ്രാഫുകൾ ചിലപ്പോൾ തന്നിട്ട് പോയിന്റുകൾ തന്ന ശേഷം താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ ഗ്രാഫാണ് എന്ന് ചോദിക്കാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇങ്ങനെ ഒരു ഗ്രാഫ് തരും. ഗ്രാഫ് തന്ന ശേഷം ഇങ്ങനെ ഒരു ഗ്രാഫ് കൊടുത്തിരിക്കും 2-ൽ. എന്നിട്ട് ചോദിക്കും ഈ ഫംഗ്ഷൻ ഏതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫാണ്? y = mod x + 2, y = mod x - 2, y = mod x + 2, y = 2x + 1 എന്ന് തന്നിരിക്കും. ഇതിലേതാണ്? നോക്കൂ, നമുക്കറിയാവുന്നതാണ്, ഇത് V ഷേപ്പ് ആയതുകൊണ്ട് ഉറപ്പായിട്ട് മോഡുലസിൻ്റെതാണ്. 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് മോഡുലസിനകത്തെ എക്സ്പ്രഷൻ 0 ആവുന്നത് 2-ൽ. ഇതിലേതാണ് മോഡുലസിനകത്തുള്ള എക്സ്പ്രഷൻ 2-ൽ 0 ആകുന്നത്? മോഡുലസിനകത്ത്. ഇത് മോഡുലസിനകത്ത് എക്സേ ഉള്ളൂ, 2 പുറത്താണ് കിടക്കുന്നത്. ഇതിനകത്ത് നോക്കൂ, 2 കൊടുക്കുമ്പോൾ മോഡുലസിനകത്ത് എക്സ്പ്രഷൻ 0. അപ്പോൾ ഈ ഗ്രാഫാണുള്ളത്. ഇവിടെ ആവില്ല, ഇവിടെയും ആവില്ല. അപ്പം എന്താണ്? ഇതാണ് ഫംഗ്ഷൻ ഗ്രാഫ്. അങ്ങനെ ഓരോ ഗ്രാഫുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ മോഡുലസ് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. ഇല്ലെങ്കിൽ സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. ഡൊമെയിൻ ചോദിക്കാം, റേഞ്ച് ചോദിക്കാം. ഓർമ്മയുണ്ടല്ലോ, മോഡുലസിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് 6 ആണ്. റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0, പോസിറ്റീവ് വിലകൾ മാത്രമാണ്. സിഗ്നം ഫംഗ്ഷൻ്റെ ഡൊമെയിൻ 6 ആണ്. റേഞ്ച് എന്ന് പറയുന്നത് -1, 0, 1 എന്നുള്ള 3 എലമെൻറ്റുകൾ മാത്രമാണ്. ഗ്രേറ്റസ്റ്റ് ഇൻഡിജറിൻ്റെ ഡൊമെയിൻ 6 ആണ്. ബട്ട് റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻഡിജറുകൾ മാത്രമാണ്. കാരണം ഇൻഡിജറുകളെ നമ്മൾക്ക് ആൻസറായി കിട്ടുള്ളൂ. ആൻസറായി കിട്ടുന്നവരാണ് റേഞ്ചുകൾ. കൊടുക്കാൻ പറ്റുന്ന എക്സ് വിലകളാണ് ഡൊമെയിനുകൾ. ശ്രദ്ധിച്ച് വൃത്തിയായിട്ട് ഗ്രാഫുകൾ വരച്ച് പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴി ചോദിക്കുക. ബട്ട് കൃത്യമായി ഗ്രാഫുകൾ പഠിച്ചിരിക്കണം. കൃത്യമായി വരച്ച് ഡൊമെയിനും റേഞ്ചും ഒക്കെ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും 2 മാർക്കിനോ 1 മാർക്കിനോ ഒരു ക്വസ്റ്റ്യൻ ഈ സെക്ഷനിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു മിസ്ലേനിയസ് എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് f(x) = സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ x ആക്സിസും y ആക്സിസും വരയ്ക്കുന്നു. 0, 1, 2, 3, 4, -1, -2, -3, 1, 2, 3, -1, -2, -3, ഒരു 5 വരെ കഴിവതും വരയ്ക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ -3, -2, പക്ഷേ ബട്ട് 5 വരെ വരച്ച് നോക്കുക. ഇനി എക്സ് 0 ആകുമ്പോൾ 1 ആണ്. അപ്പോൾ ഇവിടെ 1 മാർക്ക് ചെയ്യാം. എക്സ് 0 ആകുമ്പോൾ 1 ആണ്. ഇനി എക്സ് <0 ആകുമ്പോൾ ഇയാളാണ് അല്ലേ. എക്സ് <0 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, എക്സിൻ്റെ വില 0ക്ക് ബാക്കിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില കൊടുക്കാം. ഞാൻ -1 കൊടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? എക്സിന് പകരം 1 - -1. 1 - -1 ഈസ് എക്സിന് -1 കൊടുക്കുമ്പോൾ -1 കൊടുക്കാം, -2 ഏത് വേണമെങ്കിലും കൊടുക്കാം. y വില -1 കൊടുക്കുമ്പോൾ 1 - -1 2 കിട്ടും. -1ന് നേരെ 2 ആയി. ഇനി -2 കൊടുക്കുന്നു. 1 - -2 1 + 2 എന്ത് കിട്ടും? 3 കിട്ടും. ശരിയല്ലേ?
ആണല്ലോ. അപ്പോൾ ശരിക്കും എങ്ങനെ വരിക? ഇവ തമ്മിൽ യോജിപ്പിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. ശരിയാണല്ലോ. അടുത്തത് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ അപ്പോൾ എന്ത് കൊടുക്കാം? നിങ്ങൾക്ക് 1 2 3 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ 1 + 1 2 വരും അല്ലേ? 2 കൊടുക്കുമ്പോൾ 2 + 1 3 വരും ഇല്ലേ? പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ വരയ്ക്കുന്ന പോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനുകൾ ഗ്രാഫായി. ഈ ഗ്രാഫാണ് നോക്കൂ, ഇതും ഏകദേശം മോഡുലസിൻ്റെ ഗ്രാഫാണ്. ഇത് അവർ സ്പ്ലിറ്റ് ചെയ്താണ് തന്നിരിക്കുന്നത്. അത് നോക്കി നമ്മൾ പോയിന്റുകൾ അടയാളപ്പെടുത്തിയാൽ കൂടി നമ്മൾക്ക് ഗ്രാഫുകൾ ഈസി ആയിട്ട് വരയ്ക്കാൻ കഴിയും. ശ്രദ്ധിച്ചോളുക, ഇങ്ങനെയാണ് ഗ്രാഫുകൾ വരയ്ക്കുന്നത്. അപ്പോൾ പ്രോപ്പറായ പഴയ ഗ്രാഫുകളെല്ലാം വൃത്തിയായി ചെയ്ത് പഠിക്കുക, ശ്രദ്ധിക്കുക.